സോം എയർപോർട്ടിലേക്കൊക്കെ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സോങ്ങിന് മെസ്സേജ് ഒക്കെ അയക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവന് മറ്റൊരു കോളൊക്കെ വരികയാണ്. സോങ് തിരിച്ച് റൂമിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു സൂവിന്റെ കോൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവളും അപ്പോൾ തന്നെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ പോലും കോൾസ് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. സൂം എയർപോർട്ടിലെത്തി കഴിയുമ്പോൾ തന്നെ ഫോണിലെ ചാർജ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ മുത്തശ്ശനും സോങ്ങും ഞാൻ എവിടെ പോയതായിരിക്കുമെന്നൊക്കെ വിചാരിച്ചു കാണും. അതുകൊണ്ട് തന്നെ നീ അവരോട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി എടുക്കണമെന്നൊക്കെ സോ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും ഫ്ലൈറ്റ് ഒക്കെ വരേണ്ട സമയം ആയതുകൊണ്ട് തന്നെ സോന് പോകേണ്ടതായിട്ട് വരുന്നു. ലൂവിന്റെ ഫോണിലേക്ക് ഒരു പെൺകുട്ടി മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ആ പെൺകുട്ടിക്ക് റിപ്ലൈ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സോ എന്തായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും കുറെ നേരം നിന്ന് ആലോചിക്കുന്നു. അങ്ങനെ മുത്തശ്ശന്റെ കാര്യം മാത്രമാണ് അവൻ ഓർത്തെടുക്കുന്നത്. സോങ്ങിനോട് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് സു പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ലു മറന്നുകൂടി പോയിട്ടുണ്ടായിരുന്നു. ലു അപ്പോൾ തന്നെ മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. റെസ്ക്യൂ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനിങ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. പലരും പല വഴിക്കൊക്കെ പോകുന്നു. നേരത്തെ ടീമിൽ നിന്നും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയും ഇപ്പോൾ സോങ്ങിനെ വന്ന് കണ്ട് അവളോട് നന്ദിയൊക്കെ പറയുകയാണ്. ട്രെയിനിങ് ഒക്കെ അവസാനിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. സുവും ഇതുവരെയായിട്ടും സോങ്ങിന് ഒരു റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല. സോ പോയിട്ടുണ്ടായിരുന്ന ഭൂമികുലുക്കമൊക്കെ ഉണ്ടായ ആ ഒരു സ്ഥലത്തെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ അവളും കണ്ടു നോക്കുകയാണ്. പിന്നെ അവനും തന്റെ ലൈഫിൽ ഇത്രയൊക്കെ റോൾ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ അവളും സ്വയം ഓർക്കുന്നു. അവൾക്ക് ഇനിയും ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുണ്ടെന്നൊക്കെ ഓർത്തുകൊണ്ട് അവളും ഇരിക്കുകയാണ്. സുവിന്റെ കാര്യത്തിൽ നീ എന്താണ് ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ അവളുടെ ഫ്രണ്ടും അവളോട് ചോദിക്കുകയാണ്. സോങ്ങിനും സുവിനെ കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സോങ്ങും ബീച്ചാറ്റൊക്കെ എടുത്തതിന് ശേഷം സുവിനെ എല്ലാ പോസ്റ്റിൽ നിന്നും ഹൈഡ് ചെയ്യുന്നു. എന്റെ കരിയറിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരാളെയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഷോപ്പില് കപ്പിൾ പൈജാമസ് കൂടി ആഡ് ചെയ്താലോ എന്നൊക്കെ അവളുടെ ഫ്രണ്ടും അവളോട് ചോദിക്കുകയാണ്. സോങ്ങും ആ ഒരു ഐഡിയ ഒക്കെ നല്ലതാണെന്ന് ഹാനിനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ അവരും അതൊക്കെ ലോഞ്ച് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സോങ്ങും ഷോപ്പിൽ ഒരു ഇവന്റ് ഒക്കെ നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഫുഡൊന്നും കഴിക്കുവാനായിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കുമാണ് നല്ല രീതിയിലൊക്കെ അവൾ ഫുഡ് കഴിക്കുന്നത്. അവളും ആ ഒരു ബിസിനസിനെ കുറിച്ചൊക്കെ പേരൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഹാനും അവളെ കോൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് പോലും ശരിക്കും കഴിക്കാതെ അവളും പോകുന്നു. അവൾ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ പേരൻസിനും ആ ഒരു ബിസിനസ് ഒക്കെ കാണാൻ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അവരും അവളുടെ കടയുടെ മുമ്പിലൊക്കെ എത്തിയിരിക്കുകയാണ്. അച്ഛനാകട്ടെ നമ്മൾ അവളോട് പറയാതെയൊക്കെ വന്നതല്ലേ, നമുക്ക് തിരിച്ചു പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മളുടെ മകളുടെ കടയല്ലേ, അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരുവാനായിട്ട് സാധിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അച്ഛനെയും കൂട്ടിക്കൊണ്ട് കടയ്ക്കകത്തേക്ക് കയറുന്നു. കടയുടെ അകമൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഏകദേശം ഇഷ്ടപ്പെടുകയൊക്കെയാണ്. പിന്നെ അവർ നോക്കുമ്പോഴത്തേക്കും ഹാനും സോങ്ങും കൂടി ചേർന്നിട്ട് വർക്കൊക്കെ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവരെ കാണുമ്പോഴത്തേക്കും അവളും ഒരുപാട് സന്തോഷിക്കുന്നു. നീ ഈ ഒരു കടയൊക്കെ നടത്തുന്നതിൽ എനിക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ ഏതൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത് അത്രത്തോളം നന്നായിട്ട് വേണം ചെയ്യുവാൻ. മാത്രമല്ല നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പഠിത്തത്തിൽ പിന്നോട്ട് പോകുകയില്ല എന്നൊക്കെ വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനും ഇതിനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അമ്മയും പറയുന്നു. ഹാനിന്റെയും സോങ്ങിന്റെയും കൂടെ അമ്മയും അച്ഛനും കൂടി തുണിയൊക്കെ മടക്കി വെച്ച് അവരെ സഹായിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് അവളും പേരൻസിന്റെ കൂടെ ഇതുപോലെയൊക്കെ നടക്കുന്നത്. വർക്കൊന്നും ശരിക്ക് തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും അച്ഛനും അമ്മയും വന്ന് സഹായിച്ചത് കൊണ്ടാണ് അവൾക്കും പെട്ടെന്ന് തന്നെ വർക്കൊക്കെ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. അവളും അതിന് പേരൻസിനോട് നന്ദിയൊക്കെ പറയുന്നു. ഇനി അവളാകട്ടെ പേരൻസിനെ തിരിച്ചു കൊണ്ടുപോയി വിടാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പേരൻസും അവളോട് വർക്കൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ട് പോകുകയാണ്. കുറെ ദിവസത്തിന് ശേഷം ഇപ്പോൾ സോവും തിരിച്ചെത്തിയിരിക്കുകയാണ്. സോവും ലൂവിനെ കാണുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന അവന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറയുന്നു. പിന്നെ ഫോണിലും ഒന്ന് ചാർജൊക്കെ കയറി തുടങ്ങുമ്പോൾ തന്നെ സോങ്ങിനും അവൻ മെസ്സേജ് അയക്കുന്നു. അവന്റെ കൈക്കും പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സോങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൻ വീചാറ്റിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും ഒന്നും തന്നെ അതിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഒരാൾ വീചാറ്റിൽ നമ്മളെ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ റീസൺ എന്നൊക്കെ അവനും ലൂവിനോട് ചോദിക്കുന്നു. ചിലപ്പോൾ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് തുടർന്നു പോകുവാനായിട്ട് ആഗ്രഹമില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകുക എന്നൊക്കെ ലൂവും പറയുന്നു. ഇത്രയും ദിവസമായിട്ടും നീ സോങ്ങിന് ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ ലൂ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ പ്ലെയിനിൽ കയറിയ സമയം തൊട്ട് നോക്കുന്നതാണ്, ഫോണിൽ സിഗ്നൽ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് എനിക്ക് സിഗ്നലൊക്കെ കിട്ടിയത്. അതൊക്കെ പോട്ടെ, നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും സോങ്ങിനെ പറഞ്ഞ് ഏൽപ്പിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കുമാണ് നീ എന്നോട് മുത്തശ്ശന്റെ കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ലൂവും ചോദിക്കുന്നത്. നിന്റെ കൈക്കൊക്കെ പരിക്കേറ്റതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ ലൂ പറയുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാതെ സോങ്ങിനെ കാണുവാനായിട്ടായിരുന്നു സു പോകുന്നത്. ഹാനും സോങ്ങും ആദ്യമായിട്ടാണല്ലോ ഒരു ഇവന്റ് ഒക്കെ പിടിച്ചിട്ടുള്ളത്. അതിന്റെ തിരക്കിലാണ് അവർ രണ്ടുപേരും ഉള്ളത്. അങ്ങനെ ഇരിക്കെ സോങ് ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള
സുവിന്റെ മെസ്സേജും അവള് കാണുന്നുണ്ട്. പക്ഷെ അവൾ റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഇരിക്കുന്നു. അവളും റാക്കിന്റെ മുകളിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ താഴേക്ക് എടുക്കുമ്പോഴത്തേക്കും റാക്കിന്റെ ഒരു സ്ക്രൂ ഒക്കെ ലൂസായി പോകുകയും പെട്ടെന്ന് തന്നെ റാക്ക് അവളുടെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ സൂവും ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. സൂ അവളെ പിടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ റാക്കൊക്കെ നേരെ സൂവിന്റെ കയ്യിലേക്കാണ് വന്ന് വീഴുന്നത്. പക്ഷെ അപ്പോൾ സൂവിന്റെ ഷട്ടിലിൽ നിന്നും രക്തമൊക്കെ വരുന്നത് കാണുന്ന അവളും നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ അവനോട് പറയുന്നുണ്ടെങ്കിലും നീ എന്തിനാണ് എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് അവനും നിൽക്കുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും ഞാൻ കാരണമാണല്ലോ നിനക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ ഞാൻ അടയ്ക്കുന്നതാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ വേണമെങ്കിൽ അതും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ സോങ് പറയുമ്പോഴത്തേക്കും എനിക്ക് അതിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സോവും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. എനിക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ഓപ്പറേഷനൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും നിന്നോട് പറയാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും നിന്റെ റൂമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ നീ ഉണ്ടായിരുന്നില്ല. നിന്നെ ഒരുപാട് തവണ കോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നീ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിനക്ക് മെസ്സേജ് അയക്കുവാനായിട്ടൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കുമായിരുന്നു ഫോണും ഓഫായി പോയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ലൂവിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു. അവനും നിന്നോട് കാര്യങ്ങൾ പറയുവാനായിട്ട് മറന്നുപോയി. ഇപ്പോൾ ഇതൊക്കെ പറയുവാനായിട്ടായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ സു പറയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നീ എന്തിനാണ് എന്നോട് പറയുന്നത്? ഞാൻ നിന്റെ വെറുമൊരു ടീംമേറ്റ് ഒക്കെ അല്ലേ എന്ന് അവളും ചോദിക്കുന്നു. അവരെന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്നൊക്കെ അറിയുവാനായിട്ട് ലൂവും വാതിലിന് വെളിയിലായിട്ടൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഹാനും അവിടെ വന്ന് എത്തി നോക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ നീ ഒളിഞ്ഞു കേൾക്കുകയായിരുന്നോ? നീ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല എന്നൊക്കെ ഹാനും ലൂവിനോട് പറയുന്നു. അങ്ങനെയിരിക്കെ അവർ പരസ്പരം പരിചയപ്പെടുകയാണ്. ഹാനും ലൂവിനെ വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. അങ്ങനെയിരിക്കെ അവളുടെ കയ്യിലുണ്ടായിരുന്ന പൊതിയൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് നീ സൂവിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതങ്ങ് എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനും അതുമായിട്ട് നിൽക്കുകയാണ്. അകത്ത് എന്താണ് നടക്കുന്നതെന്നൊക്കെ അറിയുവാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും കൂടി എന്താണ് നടക്കുന്നതെന്നങ്ങ് കേട്ടാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടി വാതിലിന്റെ അരികിലായിട്ട് വന്ന് നിൽക്കുകയാണ്. ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാത്തത് കൊണ്ടല്ലേ നീ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ സു ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒന്നും തന്നെ വിചാരിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് നിന്റെ നമ്പർ പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സോങ്ങും പറയുന്നു. നീ ഡിലീറ്റ് ചെയ്യുക ആയിരുന്നെങ്കിൽ പോലും ഞാൻ ഉറപ്പായിട്ട് നിന്നെ അന്വേഷിച്ച് വന്നേനെ എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അതെന്തിനാണ് നീ എന്നെ അന്വേഷിച്ച് വരുന്നതെന്നൊക്കെ അവളും ചോദിക്കുകയാണ്. അവനും ഒരു ഡോക്ടറിന്റെ സഹായമൊക്കെ ആവശ്യമായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലല്ലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ നീ എന്നോട് ഫുഡൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ, അത് ഇതുവരെയും നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ അവനും പറയുകയാണ്. അവളും ആകെ ദേഷ്യപ്പെട്ട് നിന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സ്ഥലമൊക്കെ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാനും നിനക്ക് ഫുഡൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോക്കുവാനായിട്ടൊക്കെ നോക്കുന്നു. അവനും കയ്യിൽ ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കാതെ പെട്ടെന്ന് തന്നെ എണീക്കുവാനായിട്ടൊക്കെ നോക്കുകയാണ്. അവളും അപ്പോൾ തന്നെ അവന്റെ അടുത്ത് പോയിരുന്നിട്ട് മര്യാദയ്ക്കൊക്കെ ഇരിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. ഗേൾസിന്റെ സ്നേഹമൊക്കെ പിടിച്ചു പറ്റുവാനായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ വളരെയധികം വീക്കാണെന്നുള്ള രീതിയിലേക്ക് അഭിനയിക്കേണ്ടതായിട്ടും ഉണ്ടെന്നൊക്കെ ലൂ പറഞ്ഞത് കൊണ്ട് തന്നെ അവനും ഇപ്പോൾ ഒട്ടും തന്നെ വയ്യാത്ത രീതിയിലേക്ക് അഭിനയിക്കുകയാണ്. അവൻ ആ ചെയ്യുന്നതെല്ലാം തന്നെ അഭിനയമാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവൾക്കും അതൊക്കെ കണ്ടിട്ട് ചിരി വരികയാണ്. അവൻ കാണുവാനും നല്ല തന്നെ ഹാൻഡ്സമുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ 2 പോയിന്റ്സ് ഒക്കെ നൽകുകയാണ്. പക്ഷെ അവന് സ്റ്റാമിന ഇല്ല. അതുകൊണ്ട് തന്നെ 3 പോയിന്റ്സ് ഒക്കെ കളയുകയാണെന്നൊക്കെ ഹാൻ പറയുന്നു. അവനൊരു മിഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. പോരാത്തതിന് അവന് പരുക്കം പറ്റിയിട്ടുണ്ട്. പിന്നെ അവനും പ്ലെയിനിൽ നിന്നും ഇറങ്ങിയ സമയത്തായിരുന്നു നിന്റെ ഫ്രണ്ട് അവനെ ഹൈഡ് ചെയ്ത കാര്യമൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അവൻ അവിടെ നിന്നും അവളുടെ അടുത്തേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ കേട്ടിട്ട് വേണം നീ തീരുമാനം എടുക്കുവാന്നൊക്കെ ലൂ പറയുമ്പോഴത്തേക്കും അവളും അവൻ നല്ലയാളാണെന്നൊക്കെ പറഞ്ഞ് അവന് 10 പോയിന്റ്സ് ഒക്കെ നൽകുന്നു. അത് വളരെ നല്ലൊരു സ്കോർ ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂ ഇരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു 10 പോയിന്റ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് 100-ലാണെന്നുള്ള കാര്യം അവൾ തന്നെ പറയുന്നതും. ലൂവും ഹാനെ തൊട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ തമ്മിൽ ഒരു ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്യണമെന്ന് അവളും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ സോങ്ങിന് സൂപ്പർ ഹാൻസം ഗൈ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു കോണ്ടാക്റ്റിൽ നിന്നും ഒരു കോളൊക്കെ വരികയാണ്. ഇന്നത്തെ എന്റെ വർക്കൊക്കെ തീർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വെളിയിൽ പോകുന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നോ എന്നൊക്കെ കോളിൽ ഉണ്ടായിരുന്ന ആൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്നൊക്കെ അവളും പറയുകയാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൂം ആരെയായിരുന്നു നീ വിളിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തായിട്ട് വന്ന് നിൽക്കുകയാണ്. അവളും ആരെയാണ് വിളിച്ചതെന്നൊന്നും തുറന്നു പറയാതെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവളെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആളൊക്കെ അവളെ അന്വേഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ഹാനിനെ കാണുന്ന അവനും നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്, സോങ്ങിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. സോങ് റൂമിന്റെ അകത്താണുള്ളത്. ഈ നിൽക്കുന്ന ആള് പേഷ്യന്റിന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ ഹാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറെ കാലമായിട്ട് നീ റിലേഷൻഷിപ്പിലൊന്നും ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒടുവിലായിട്ട് നിനക്ക് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആയെന്നായിരുന്നോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ലൂവും അവളെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്.
നീ ആരാണ്? എന്തിനാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്നൊക്കെല്ലോ ചോദിക്കുമ്പോഴത്തേക്കും അവനും ആരാണെന്ന് പറയാതെ ഞാനിവിടെ എത്തിയത് സോങ്ങിനെ കാണുവാനായിട്ടാണ്. എന്റെ സോങ്ങിനെ ആരാണ് ഉപദ്രവിക്കുന്നതെന്ന് ഞാനും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു റൂമിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.